ബീങ് എ 90s കിഡ്, ഞാനൊക്കെ എൻ്റെയൊക്കെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ലാൽ സാർ സിനിമകളും പ്രേം സാറിൻ്റെ സിനിമകളും കണ്ടുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു അണ്ടർ റേറ്റഡ് പെർഫോമൻസസ് അങ്ങനെ തോന്നുന്നൊരു, ഞാൻ അങ്ങനെ ആക്ച്വലി ലാൽ സാർ സിനിമകൾ കാണാറില്ല. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരു അണ്ടർ റേറ്റഡ് പെർഫോമൻസ്, ഞാനെല്ലാം ഭയങ്കര വാല്യൂ കൊടുത്താണ് കാണുന്നത് പുള്ളിയുടെ പെർഫോമൻസ് എല്ലാം. ബട്ട് സ്റ്റിൽ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഈ ഇപ്പോൾ ലാൽ സാർ തന്നെ പറയാറുണ്ട്, ഇതൊരു മൊത്തത്തിലൊരു മേക്ക് ബിലീഫാണ് സിനിമ എന്ന്. അപ്പം ഈ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന പുള്ളി യൂസ് ചെയ്യുന്ന ടേം എന്തുമാത്രം പുള്ളി അതിനോട് നീതി പുലർത്തുന്നുണ്ടുള്ളത് പുള്ളിയുടെ ചില സിനിമകളിലെ ചില മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ ചില ഡയലോഗ് പറയുന്ന രീതിയിലോ ഒക്കെയാണ് ഞാൻ ആ വാക്ക് പുള്ളി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ടേം പുള്ളി യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര കറക്റ്റാണല്ലോ, പുള്ളി നമ്മളെ അത് വിശ്വസിപ്പിച്ചല്ലോ എന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ആറാം തമ്പുരാനകത്ത് പുള്ളി മഞ്ജുവാരുടെ അടുത്ത് പറയുന്നുണ്ട്, ധാരാവി എന്ന് പറയുന്ന ഒരു കോളനി ഒരൊറ്റ രാത്രി കൊണ്ട് പുള്ളി ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന്. ഈ ധാരാവി എന്നുള്ള കോളനി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഒഴിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം അത് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയാണ്, ഇയാൾക്ക് ചിലപ്പോൾ അതിന് പറ്റുമായിരിക്കും നമുക്ക് തോന്നുവാണ്. അപ്പം അത് പുള്ളിയുടെ പെർഫോമൻസിൻ്റെയും പുള്ളിയുടെ ഒരു ഓറയുടെയൊക്കെയാണ് നമുക്കത് ബിലീവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എനിക്ക് നോക്കുമ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു എന്ത് ചെയ്താലും ഭയങ്കര ഭംഗിയും ഭയങ്കര ബിലീവബിളും ആയിട്ടുള്ള ഒരു പെർഫോമറാണ് ലാൽ സാർ. എനിക്ക് കുറെ കൂടെ ഹ്യൂമർ ലാൽ സാർ ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫോർ എക്സാമ്പിൾ, ചന്ദ്രലേഖയിൽ പുള്ളി ചെയ്തിട്ടുള്ള പരിപാടികളൊന്നും എനിക്ക് അറിയില്ല അത് വേറെ ആർക്കെങ്കിലും എങ്ങനെയാലും ചെയ്യാൻ പറ്റുമെന്ന്. അത് ഭയങ്കര കൺവിൻസിങ് ആണ്. അതും ആ ഹ്യൂമറിൻ്റെ ടൈമിങ്ങും പുള്ളിയുടെ കൂടെയുള്ള കോ ആക്ടേഴ്സുമായിട്ടുള്ള പുള്ളിയുടെ കെമിസ്ട്രിയും. ഒരു സിമ്പിൾ സാധനമാണ് പുള്ളി ഈ വന്നിട്ട് ഈ നെടുമുടി വേണുസാറിൻ്റെ ക്യാരക്ടർ അവിടെ വന്നിട്ട് അദ്ദേഹം അവിടെ ബോധം കെട്ടി വീണിട്ട് പുള്ളി അടുത്തൊരു ബെഡിൽ കിടക്കുകയാണ്. അപ്പം പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഇന്നസെൻ്റ് സാർ ലാൽ സാറിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പുള്ളി അവിടെ ചെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാൻ മേലാതെ ഒരു ഹെൽമെറ്റും ഉണ്ട് കയ്യിൽ. പുള്ളി ഇതിങ്ങനെ ഹെൽമെറ്റിൻ്റെ ഈ ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോഴത്തേക്ക് ഇത് താഴേക്ക് വീഴാൻ പോകുന്നു. പുള്ളി ഇതിനെ പിടിക്കാൻ പോകുന്നുണ്ട്. ഒന്നുമില്ല, അദ്ദേഹം കയ്യിൽ നിന്നിട്ടൊരു സാധനമായിരിക്കും, പക്ഷേ അത് ഭയങ്കര രസമാണ് കാണാൻ. ഇങ്ങനത്തെ മൈന്യൂട്ട് സാധനങ്ങൾ ലാൽ സാർ ചെയ്യുമ്പോൾ അത് കാണാനൊരു ഭയങ്കര ജോയാണ്. അപ്പോൾ ഹീ ബ്രിങ്സ് എ ലോട്ട് ഓഫ് ജോയ് ടു മൈ ലൈഫ് ആൻഡ് ഐ എം ഷുവർ ഹി ബ്രിങ്സ് എ ലോട്ട് ഓഫ് ജോയ് ടു ലോട്ട് ഓഫ് പീപ്പിൾസ് ലൈഫ്. സോ അപ്പോൾ ഏതൊരു ഫിലിം മേക്കറിൻ്റെ ഏറ്റവും വലിയ ഡ്രീമിലൊന്നാണ് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ പോലൊരു തെസ്പിയൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫൈൻ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന ആളുടെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഐ ജസ്റ്റ് ഹോപ്പ് സംവെയർ ഇൻ ദ ഫ്യൂച്ചർ സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്. അദ്ദേഹത്തിനോട് സിനിമ ചെയ്യാൻ പറ്റണം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്, ഞങ്ങളുടെ സ്വന്തം ലാലേട്ടന് വിഷിംഗ് യു എ വെരി 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 ഹാപ്പി ബർത്ത്ഡേ.